ഇന്ത്യയുടെ മുഖം തിരിച്ചു നിൽക്കുന്ന ട്രംപിന് ഒരു ഉഗ്രൻ പണി വരാൻ പോവുകയാണ്. താരിഫ് യുദ്ധത്തിൽ അമേരിക്കൻ ഭീഷണി ചെവികൊള്ളില്ല എന്ന ശക്തമായ നിലപാടിന് പിന്നാലെ അമേരിക്കയെ വീണ്ടും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് ഇന്ത്യ. F-35 എന്ന ആധുനിക യുദ്ധ വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം തള്ളിയ ഇന്ത്യ റഷ്യൻ ആധുനിക പോർ വിമാനമായ Su-57 വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യ സന്ദർശന വേളയിൽ ഇത് സംബന്ധമായി ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. ഇതോടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400 ശേഷം റഷ്യയുമായി നടക്കുന്ന ഏറ്റവും വലിയ സൈനിക ഇടപാടായി ഇത് മാറുന്നതായിരിക്കും. യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ അമേരിക്ക വേണോ റഷ്യ വേണോ എന്ന രണ്ട് മനസ്സിൽ നിന്നിരുന്ന ഇന്ത്യക്ക് തുടക്കം മുതൽ പ്രിയവും റഷ്യയായിരുന്നു. എല്ലാ കാലത്തും ഏത് പ്രതിസന്ധിയിലും കൂടെ നിന്ന് റഷ്യ തന്നെ മതി, ഇനി അങ്ങോട്ടും എന്ന നിലപാടായിരുന്നു ഇന്ത്യക്ക്. അതുകൊണ്ട് തന്നെ എന്തിനും പോകുന്ന ഒരു പങ്കാളിയായിട്ടാണ് റഷ്യയെ ഇന്ത്യ കണ്ടിരുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു പ്രിയം കൂടുതൽ മനസ്സിലാക്കിയത് അമേരിക്കയുടെ, അത് പ്രത്യേകിച്ച് ട്രംപിന്റെ പുതിയ താരിഫ് മനോഭാവത്തിലൂടെ തന്നെയാണ്. ഇതിലൂടെ കൃത്യമായ ഒരു ഉത്തരം തേടാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയും ചെയ്യുകയാണ്. പുതിയ നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ നൽകാൻ ശ്രമിക്കുന്നത് ഇക്കാര്യങ്ങളാണ്. യുദ്ധവിമാന വിപണിയിൽ ശക്തമായി ഏറ്റുമുട്ടുന്നതും അമേരിക്കയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ F-35ഉം റഷ്യയുടെ അതേ തലമുറയിലുള്ള സുഖോയ് 57ഉം തമ്മിലാണ്. ഈ വിമാനങ്ങൾ ബാംഗ്ലൂരിൽ നടന്ന എയ്റോ ഇന്ത്യയിൽ മാറ്റുരച്ചപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നത് റഷ്യയുടെ Su-57 തന്നെയായിരുന്നു. അത് ശ്രദ്ധേയമായതുമാണ് അന്ന് തന്നെ. Su-57 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഇന്ത്യൻ സേനയുടെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ നയതന്ത്രപരവും ദീർഘവീക്ഷണപരവുമായ കാരണങ്ങൾ ഉള്ളതിനൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ചുമത്തലും കൂടി പ്രധാന ഘടകമായി മാറുകയായിരുന്നു.